ഞാൻ പോട്ടെ. കണ്ടോമേ, ഇവളുമാരെല്ലാം പഠിച്ച കളികളാ. അപ്പൊ മല്ലിക നിന്നോട് കാര്യങ്ങൾ പറഞ്ഞല്ലേ? പറഞ്ഞു. അവക്ക് കിട്ടിയ എക്സ്ക്ലൂസീവ് ന്യൂസ് അല്ലേ. എന്നിട്ട് ഒരു വാക്ക് അഞ്ജലി പറഞ്ഞു. സ്വർണം അടിച്ചോണ്ട് അവള് കടന്നു കളഞ്ഞത്, അതും ഒളിപ്പിച്ചോണ്ട് ഇവിടെ കയറി വന്നത്. ചുരുക്കി പറഞ്ഞ മോഷണം കഴിഞ്ഞിറങ്ങിയ പെരുങ്കള്ളിയാ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. കേട്ടതൊക്കെ സത്യമാണോ എന്ന് അന്വേഷിക്കാൻ ഉദയം പോയിട്ടുണ്ട്. എന്നിട്ട് മോഷണമാണോ കള്ളിയാണോ എന്നൊക്കെ ഉറപ്പിക്കാം. പക്ഷെ അഞ്ജലിക്ക് സത്യം എന്നോട് പറയായിരുന്നു. അശ്വതിക്ക് ഇറങ്ങി പോണ്ട കാര്യമുണ്ട്. ഞാനൊരു പരിഹാരം കാണില്ലേ? പിന്നെ മോഷണം മുതൽ ഒളിപ്പിച്ച് നിൽക്കുന്നവളെ ഇവിടെ നിന്ന് കളയില്ലേ? അവളെ കാണുമ്പോ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഓ എന്റെ അമ്മേ, കക്കാൻ അറിയാമെങ്കിലേ പുറത്ത് കാണിക്കാതെ ഒളിപ്പിക്കാൻ അവക്കൊക്കെ അറിയാം. അമ്മ കേട്ടിട്ടില്ലേ സ്വർണം വിഴുങ്ങിയ കഥ? 25 പവന്റെ ആഭരണം അവള് വിഴുങ്ങിയെന്നാണോ പറഞ്ഞു വരുന്നത്? മോഷണം നടത്തി കടന്നു കളഞ്ഞോണ്ടാ അവൾ ഇവിടെ നിൽക്കാതെ പോയത്. മല്ലിക ഭയക്കും പോലെ പോലീസ് ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു. നിങ്ങൾക്ക് സംസാരിക്കാൻ ഞാനുണ്ടാക്കിയ അവസരം വെറുതെയായി. ബെറ്റി നിർബന്ധിച്ചിട്ടാ ഞാൻ അവനെ കാണാൻ തയ്യാറായത്. അവന് ഒരു ലക്ഷ്യം മാത്രമല്ലേ ഉള്ളൂ, എന്നെ പുറത്തു കൊണ്ടുവരിക. അതുകൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ള സത്യം ഇപ്പോഴും ശബരിക്ക് അറിയില്ല. ശബരിക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പഴയ ആ ശബരി എത്ര നല്ലവനായിരുന്നു. ഫ്രണ്ട്സിന്റെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്നവൻ. കോളേജിലും എല്ലാവർക്കും നല്ല മതിപ്പായിരുന്നു അവനെ. ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയ അവനൊരു ഭ്രാന്താണ്. ഇപ്പൊ കാണിക്കുന്ന ഈ വില്ലൻസും ഒക്കെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. എനിക്കത് നന്നായിട്ട് അറിയാൻ പറ്റി. ഒരുപാട് പരുക്കനായിപ്പോയി ശബരി. അവനെ ഒരു പരിധിവരെ ഇങ്ങനെ ഒരു നിലയെ കൊണ്ടെത്തിച്ചത് ഞാൻ തന്നെയാ. രവിയോട് കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങളൊക്കെ ആവശ്യപ്പെടുന്നില്ലേ? ഞാനതിന് ശ്രമിക്കാത്തത് ഒരു ശത്രുപക്ഷത്ത് ശബരിയെ നിർത്താൻ ആഗ്രഹിക്കാഞ്ഞിട്ടാ. രവിയോട് ഞാൻ എന്താ പറയാ? പഴയകാല ബന്ധം ഓർമ്മപ്പെടുത്തി ഒരാൾ എന്റെ പിന്നാലെ കൂടിയെന്നല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ഞാനപ്പോ പരിശുദ്ധയായി. പക്ഷേ എനിക്കതിന് കഴിയില്ല ബെറ്റി. ശബരിയെ പ്രതിസ്ഥാനത്ത് നിർത്തി രക്ഷപ്പെടാൻ എനിക്ക് കഴിയില്ല. എത്ര കാലത്ത് നീണ്ടുപോകുന്ന പ്രിയ കരുതുന്നത്? ഞാൻ അനുഭവിക്കുന്ന സംഘർഷം ശബരി തിരിച്ചറിയും. അവൻ തിരിച്ചു പോകുന്നൊരു പ്രതീക്ഷ എന്റെ മനസ്സിലുണ്ട്. അതൊരു പ്രതീക്ഷ മാത്രമായെന്ന് വരാം. സജീവേ പറയടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ദ്രേട്ടാ, ഇതാരാ വന്നിരിക്കുന്നേ നോക്കി. സജീവേ, നീ എപ്പോ എത്തിയടാ? ഞാൻ ഇന്നലെ എത്തിയേട്ടാ. എന്റെ രാവിലത്തെ ഫസ്റ്റ് പ്രോഗ്രാം ഇന്ദ്രേട്ടനെ മല്ലികേച്ചയും കാണുക എന്നായിരുന്നു. രാവിലെ തന്നെ ഇങ്ങ് പോകുന്നു. അതേതായാലും നന്നായി. എനിക്ക് ആകെയുള്ള ഒരു കസിൻ ബ്രദർ അല്ലേ നീ? അല്ല, നീ വെറുതെ വന്നതേ ഉള്ളോ അതോ? എന്റെ ഇന്ദ്രേട്ടാ, ഞാനത് മറക്കൂ? കാറിലിരിക്കുന്ന എടുത്താലേ ഇന്ദ്രേട്ടൻ ഞെട്ടും. എനിക്കതറിയില്ലേടാ. വിവാഹം കഴിഞ്ഞിട്ട് സജീവിനി പോയാ മതി. അതിന്റെ ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ലീവ് 2 മാസേ ഉള്ളൂ. അതിനുള്ളിൽ ഒരു പെണ്ണിനെ കണ്ടെത്തി എന്റെ മുന്നിൽ നിർത്തി തന്ന ഇന്ദ്രേട്ടാ, ഞാൻ റെഡി. കഴിഞ്ഞ തവണത്തെ വരവ് നീ എസ്കേപ്പ് ചെയ്ത് പോയി. ഈ വരവ് അതുപോലല്ല. ഇനിയൊന്ന് സെറ്റിൽ ചെയ്തിട്ട് ദുബായിക്ക്. നീ നോക്കിയത് ചായ എടുത്തുണ്ടോ? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. സജി നേരിടാ. പിന്നെ എന്തൊക്കെയുണ്ട് ഗൾഫിൽ വിശേഷങ്ങൾ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് മാത്രല്ല, അഞ്ജലി അത് ആരെ അറിയിക്കാതെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. എടി, നീ ആ വാതിൽ തുറന്നു നോക്കിയേ. എന്തിനാ? എടി, ചേട്ടത്തി വാതിൽ കാത് വെച്ചോണ്ട് നിപ്പോണെന്ന് അറിയാനാ. നോക്ക്.
പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് കയറി വരാൻ തുടങ്ങിയപ്പോഴാണ് മല്ലിക്ക് സംശയം തോന്നിയത്. അതുകൊണ്ട് വലിയൊരു സത്യം മനസ്സിലായില്ലേ? ഓരോ ദിവസം ചെല്ലുന്തോറും അമ്മ പുതിയ പുതിയ പുലിവാലുകൾ പിടിച്ചോണ്ടിരിക്കുക. ഓ, ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് പ്രതാപേട്ടന് അറിയാമോ? അവളെ തെരഞ്ഞു പോലീസ് ഇങ്ങോട്ട് വരും. ഒരു കളിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിന് വിശദീകരണം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇടി നടന്ന കാര്യം അമ്മ പറയണം. അതെവിടം കൊണ്ട് തീരുവോ? പാതിരാത്രി റോഡിൽ വെച്ച് കണ്ടവളെ സഹതാപം കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറയാം. അവൾ ആരാന്ന ചോദ്യത്തിന് അമ്മ എന്ത് മറുപടി പറയും? അവരതിനകം അറിയില്ലേ അഞ്ജലിയുടെ ചേച്ചിയാണ് അശ്വതി എന്ന്? വിവരം അറിഞ്ഞാലേ ആ പോലീസുകാരൻ സുഗുണൻ അടങ്ങിയിരിക്കുവോ? മോഷ്ടിച്ചുകൊണ്ട് വന്ന പൊന്നെ അനിയത്തെ ഏൽപ്പിച്ചിട്ട് അശ്വതി കടന്നു കളയുന്ന അവൻ പറഞ്ഞാലോ? അല്ല, അയാൾ അത് പറയുക തന്നെ ചെയ്യും. തമ്പാട്ടെ പോലീസുകാര് റെയ്ഡ് നടത്തും. പിന്നെ അവന്മാർ റെയ്ഡിഞ്ഞ് വരത്ത്. അവളുടെ മുറിയെങ്കിലും പരിശോധിക്കില്ലേ? എടി അത് നമുക്ക് കാണാം. കാണാനൊന്നും ഇല്ല, നാണം കെടാൻ പോവാ. അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് ജീവനം കൊണ്ട് പോവാന്ന്. പ്രതാപേട്ടൻ അതിന് തയ്യാറല്ല. എടി അങ്ങനെ വിട്ടുകളഞ്ഞ് പോകാൻ പറ്റില്ല. നിന്നോട് ഞാൻ ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്നത് നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കണം. ഏട്ടന്റെ ചില തീരുമാനങ്ങളും ഏകപക്ഷീയമായ നീക്കങ്ങളും എല്ലാവരുടെയും നന്മയ്ക്കെന്ന് ഞാൻ വിശ്വസിച്ചത്. എന്നാൽ സ്വാർത്ഥലാഭം ഉണ്ടെന്ന് എനിക്ക് ചില സംശയങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല. നമ്പാട്ട് ഗ്രൂപ്പ് നിലനിൽക്കെ തന്നെ ഭാര്യ വീട്ടുകാരുമായി ചേർന്ന് ഒരു എക്സ്പോർട്ട് കമ്പനിക്ക് നീക്കം നടക്കുന്നു. എന്നുവെച്ചാ ഏട്ടൻ സ്വന്തം തട്ടം കണ്ടെത്താൻ ശ്രമം തുടങ്ങിയെന്നോ? ഇടി അതിന് ബാലം മാമയുടെ പിന്തുണയുണ്ട്. സുധിയെ പല മീറ്റിങ്ങുകളിലും ഡയറക്ടർ ബോർഡ് പ്രതിനിധിയായി തള്ളിവിടാൻ ബാലം മാമ ശ്രമിക്കുന്നുണ്ട്. ബാലം മാമയുടെ ഇൻഫ്ലുവൻസിലാ ഏട്ടൻ ചെന്നൈക്ക് സുധിയെ വിടുന്നത്. പിന്നെ മൂത്ത ഏട്ടന് നമ്പാട്ട ബിസിനസ് ഒന്നും താല്പര്യമില്ല. പിന്നെ ഉള്ളത് ഞാനാ. ഒരു തരം ഒതുക്കലാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ ദൈവമേ ഞാൻ ഈ കേൾക്കുന്നത്? നമ്പാടന്മാരെല്ലാം ഒറ്റ മനസ്സാന്ന് പറയാറുള്ളത് നിങ്ങളല്ലേ? ഇടി അത് എന്റെ വിശ്വാസം. അതുപോലാവില്ലല്ലോ മറ്റു മൂന്നുപേരും. സുധിയെ കൂടി സ്വന്തം പക്ഷത്ത് നിർത്തിയുള്ള ചരട് വലിക്കാൻ ഇന്ദ്രേട്ടൻ ശ്രമിക്കുന്നത്. ആ പെണ്ണിനെ കൊന്നുകളയാൻ ഇന്ദ്രേട്ടൻ വ്യഗ്രത കാണിക്കുന്ന എന്തിനാ? സുധിയുടെയും സാന്ദ്രയുടെയും വിവാഹം നടത്തി കൊടുത്തിട്ട് സായുജ്യം അടയാനാണെന്ന് നീ കരുതുന്നുണ്ടോ? അല്ല, ബാലം മാമയുടെ പ്രീതി പിടിച്ചു പറ്റാൻ. അതിൽ ഇന്ദ്രേട്ടൻ വിജയിച്ചും കഴിഞ്ഞു. അഞ്ജലിയുടെ മരണത്തിൽ സുധിയെ കൂടി ബന്ധപ്പെടുത്തിയാൽ ജീവിത അവസാനം വരെ ഇന്ദ്രേട്ടൻ അവനെ പൂട്ടിയിടാനും കഴിയും. ഇതൊക്കെ പ്രതാപേട്ടന്റെ തോന്നലുകളാണോ? എടി, പ്രതാപൻ ഊഹാപോഹങ്ങളും തോന്നലുകളും ഇല്ല. നോക്കിയും കണ്ടു നിന്നില്ലെങ്കിൽ വിഡ്ഢികളായി പോവും നമ്മൾ. ഇനി നീ പറ, നമ്പാട്ട് ഒഴിഞ്ഞു പോണോ നമ്മൾ ഒരു നരുന്ത് പെണ്ണിനെ ഓർത്ത്? പ്രതാപനെ ഒതുക്കാവെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ചേച്ചി സ്വർണവും കൊണ്ട് പോയെന്ന് പറയുന്നത് സുഗുണേട്ടനെ കെട്ടുകഥയാ. ചേച്ചി അയാള് കള്ളിയാക്കി. ഇനി ചേച്ചിയുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ പറഞ്ഞുണ്ടാക്കിയതാ. അതാർക്കാ മനസ്സിലാവാത്തത്? വീട്ടിൽ വന്നു നിന്ന ബന്ധത്തിലെ കുട്ടിയുടെ സ്വർണം മോഷ്ടിച്ചെന്ന പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത്. അയാള് പോലീസുകാരനല്ലേ, എങ്ങനെ പെരുമാറണമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നത് അയാള് വലിയ അന്വേഷണത്തിന് പോകില്ലെന്നാ. അശ്വതി ഇനി അങ്ങോട്ട് ചെല്ലരുത്, അതിനുള്ള അടവായത്. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അശ്വതി ചേച്ചി എവിടെ പോയെന്ന് മാത്രം അറിയില്ലല്ലോ. ഇതുപോലെ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കേറിയിട്ടുണ്ടാവും. എങ്കിലും ചേച്ചിക്കൊന്ന് വിളിച്ചൂടെ? ചേച്ചി വിളിക്കും. അഞ്ജലി അതുവരെ ഒന്ന് ക്ഷമിക്കും. ആരുടെ സഹായം ഇല്ലാത്തൊരു പെണ്ണ് ഒറ്റപ്പെട്ടു പോയാലുള്ള അവസ്ഥ ചന്ദ്രികേച്ചിക്ക് അറിയില്ലേ?
ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനമില്ല. എന്റെ ഭയം മറ്റൊന്നാ. ആർക്കും ഒരു ഭാരമാവാതെ ചേച്ചി ഒരു വഴി തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. അങ്ങനെ സംഭവിച്ച ചേച്ചിയുടെ മരണത്തിന് ഉത്തരവാദി ഞാനാവും. അങ്ങനൊന്നും സംഭവിക്കില്ല. ചന്ദ്രയേച്ചി സമാധാനിപ്പിക്കാൻ പറയണമെന്ന് എനിക്കറിയാം. എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞ പിന്നെ ഞാൻ ഉണ്ടാവില്ല. കരയാതഞ്ജലി. സംശയിക്കാൻ ഒന്നുമില്ല നമ്പട്ടമ്മേ, അത് അശ്വതി തന്നെയാ. സ്വർണം മോഷണം പോയെന്ന് കേൾക്കുന്നൊക്കെ സത്യമാണോ? കേട്ടത് സത്യം തന്നെ. സുഗുണൻ രണ്ടാം ഭാര്യയെ കൊണ്ടാ കേസ് കൊടുപ്പിച്ചിരിക്കുന്നത്. അവള് വകയിലൊരു ബന്ധുവാണെന്നാ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനല്ലേ പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞ പോലെ കള്ളക്കേസ് കെട്ടിച്ചമച്ചതാ. അശ്വതി ഇനി അങ്ങോട്ട് ചെല്ലരുത്. അവളെ പോലീസ് പിടിച്ചാൽ തന്നെ സുഗുണനെ അതിന്റെ പേര് പറഞ്ഞ് കൈയൊഴിയാലോ. അവള് സ്വർണം എടുത്തിട്ടില്ലെന്ന് ഉദയൻ എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? പിന്നെന്തിനാ അവൾ ഇവിടുന്ന് നുണ പറഞ്ഞ് കടന്നു കളഞ്ഞത്? ഇവിടെ വന്നു കഴിഞ്ഞിട്ടാവും അഞ്ജലിയുടെ വീടാണെന്ന് മനസ്സിലായത്. സമ്മതിച്ചു. നിങ്ങളോട് പച്ചക്കള്ളമല്ലേ അവള് പറഞ്ഞത്? പേര് പോലും മാറ്റി പറഞ്ഞു. ഏതോ വീട്ടിൽ ജോലിക്ക് നിന്നു എന്നല്ലേ പറഞ്ഞത്? പറഞ്ഞതങ്ങനെയാ. അവള് സ്വന്തം വീട്ടിലേക്കല്ലേ പോകേണ്ടിയിരുന്നത്? രാത്രി പോകാൻ പറ്റിയില്ലെങ്കിൽ രാവിലെങ്കിലും അങ്ങോട്ട് പോകാലോ. അതിലായി എനിക്കും സംശയം. അഞ്ജലിയുടെ ചേച്ചിയല്ലേ, പഠിച്ച കള്ളി അവള്. എന്റെ ഭയം ഇതൊന്നുമല്ല, പോലീസ് എങ്ങാനും ഇങ്ങോട്ട് കയറി വരുവോന്നാ. നമ്മളെ ഒന്നും ചെയ്യാനില്ലെങ്കിലും സുധിയുടെ ഭാര്യയുടെ ചേച്ചിന്നല്ലേ ആളുകൾ അറിയാൻ പോകുന്നത്. കളവ് മുതൽ അഞ്ജലിയെ ഏൽപ്പിച്ചെന്ന് പോലീസ് തെറ്റിദ്ധരിച്ചൂടെ? അഞ്ജലി അവളും തമ്മിൽ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. നീ ഇല്ലാവചനം പറയരുത്. ഞാൻ പറയുന്നതല്ല, പോലീസ് സംശയിക്കുന്നതാ. ദൈവമേ, അവളെ കൊണ്ട് പൊറുതി മുട്ടിയല്ലോ. മാനം കളയാന് ഇങ്ങനെ അറിഞ്ഞു വെച്ചോണ്ട് ഒരുത്തി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അമ്മ വിളിച്ചെന്ന് ചോദിക്കുന്നുണ്ടോ? അവളോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? അവൾ അശ്വതി വിളിച്ചു വരുത്തതല്ലോ. ആ വരുന്നൊക്കെ ഞാൻ നേരിട്ടോളാം. നിങ്ങളുടെ മാനം ഇടിഞ്ഞു പോകത്തൊന്നുമില്ല. ഇത്രയൊക്കെ ആയിട്ട് അമ്മ അവളെ ന്യായീകരിക്കുന്ന എന്തിനാ? കഷ്ടം തന്നെ. അവിടെ മുമ്പ് വെച്ച് നീ എന്തിനാ ഇതൊക്കെ പറയാൻ പോയത്? പറഞ്ഞു തുടങ്ങിയപ്പോ വന്ന് കേറിയതല്ലേ. ആ പെണ്ണിത് എവിടെ പോയി? ഇനി വല്ല കടുങ്കൈ ചെയ്തിട്ടുണ്ടോ? രാത്രി ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ചേച്ചിയായിരുന്നല്ലേ? ഞാനെല്ലാം അറിഞ്ഞു. നീ എന്താ ആ വിവരം എന്നോട് പറയാതിരുന്നത്? രാത്രി അമ്മ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നെന്ന് ചന്ദ്രയേച്ചി പറഞ്ഞിരുന്നു. ഞാൻ താഴെ വരുമ്പോഴാ അത് ചേച്ചിയാണെന്ന് അറിയുന്നത്. എന്നെ കണ്ടപ്പോ ചേച്ചി എവിടുന്ന് മാറിപ്പോവുകയും ചെയ്തു. ഒന്ന് സംസാരിക്കാനും കഴിഞ്ഞില്ല. സുധിയേട്ടനൊപ്പം പുറത്തു പോയിട്ട് വരുമ്പോഴാ ചേച്ചി ഇവിടുന്ന് പോയ വിവരം ഞാൻ അറിയുന്നത്. സ്വർണവും കട്ട് കടന്നെന്നാ സുഗുണൻ അവളുടെ പേരിൽ കൊടുത്ത കേസ്. അത് കള്ളമാണമ്മേ. ചേച്ചി അങ്ങനെ ചെയ്യില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ. പിടിച്ചു നിൽക്കാൻ ചേച്ചി കഴിവതും നോക്കി. കഴിയാതെ വന്നപ്പോഴാ വീട് വിട്ടിറങ്ങിപ്പോന്നത്. പിന്നെന്താ അവള് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാഞ്ഞത്? മരിക്കേണ്ടി വന്നാൽ പോലും വീട്ടിലേക്ക് പോവില്ലെന്ന് ചേച്ചി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കും ഒരു ബാധ്യതയാവണ്ടെന്ന് ചേച്ചി കരുതിയിട്ടുണ്ടാവും. ഇത്
ഇതുവരെ വന്നതല്ലേ, നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോയാ പോരായിരുന്നോ? ഇത് നമ്പാട്ട് വീടാണെന്ന് ചേച്ചി ഇവിടെ എത്തിയപ്പോഴായിരിക്കും അറിഞ്ഞത്. എനിക്കൊരു അപമാനം വരണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ചേച്ചി പോയത്. ചേച്ചി ഒരു പാവമാണമ്മേ. എന്റെ ചേച്ചിയെ പറ്റി പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. ആളെ തിരിച്ചറിയാത്തതുകൊണ്ട് കാര്യങ്ങളുടെ ഗൗരവം എനിക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോയില്ലേ. ഇനിയിപ്പോ എവിടെയാണെന്ന് പറഞ്ഞ അന്വേഷിക്കുന്നേ? ഞാൻ ഇനി എന്ത് ചെയ്യും അമ്മേ? ഓരോ നിമിഷവും ഞെട്ടലോടെയാ ഞാൻ കഴിച്ചു കൂട്ടുന്നത്. മനസ്സിൽ പല ചിന്തകളാ. ജീവിക്കണമെന്നൊരാഗ്രഹം ഇനി ചേച്ചിക്കുണ്ടാവില്ല. ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല. എവിടെയായാലും പോലീസ് കണ്ടുപിടിക്കാതിരിക്കില്ല. ആ, പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്ത് വിവരം കിട്ടിയാലും നീ എന്നെ അറിയിക്കണം. ഈ ലോകത്തൊന്നും അല്ലാന്ന് തോന്നുന്നു. ഉണ്ണിമോള് പോയിട്ട് ഒത്തിരി നേരമായാലോ എന്ന് ഓർത്തു പോയതാ. അവള് പപ്പയുടെ കൂടെ അല്ലേ പോയത്? പ്രിയമോളെ വീർപ്പ് മുട്ടിക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് കൃഷ്ണേട്ടൻ പറഞ്ഞാ നിഷേധിക്കൂ? നിഷേധിക്കാതെ എന്നെ വീർപ്പ് മുട്ടിക്കാൻ എന്താ ഇപ്പോ? കൃഷ്ണേട്ടൻ തന്നെ പറയേ. എത്ര സന്തോഷത്തോടു കൂടിയാ നിങ്ങൾ കഴിഞ്ഞു വന്നത്. ഇപ്പൊ ആ സന്തോഷമൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലല്ലോ. ഇതൊക്കെ കൃഷ്ണേട്ടന്റെ വെറും തോന്നലുകളാ. പിന്നെ കുഞ്ഞമ്മയുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. എന്റെ ഒപ്പം ജീവിച്ചതല്ലേ, ഒടുവിൽ കുഞ്ഞമ്മ ആരും ഇല്ലാത്തവളായി. ശ്രീകാന്തമായിട്ടല്ലേ ഇപ്പോഴത്തെ ചങ്ങാത്തം? അതൊക്കെ ഓർത്തുള്ള വേദനയാ കൃഷ്ണേട്ട, അല്ലാതെ കൃഷ്ണേട്ടൻ കരുതുന്ന പോലെ ഒന്നുമില്ല. ശരി, എന്റെ തോന്നലാകാം. കൃഷ്ണേട്ടനും അത് ചോദിച്ചു കഴിഞ്ഞു. എത്ര കാലം എല്ലാം മനസ്സിലടക്കി ജീവിക്കാൻ കഴിയും? അമ്മ ഇപ്പോഴും അഞ്ജലിയുടെ ഭാഗം പിടിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. സ്വർണ്ണ അശ്വതി മോഷ്ടിച്ചിട്ടില്ലെന്നാ അമ്മ പറയുന്നത്. അവള് സ്വന്തം വീട്ടിൽ പോകാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോ മറുപടിയും ഇല്ല. സ്വർണം അവൾ മോഷ്ടിച്ചോ ഇല്ലയോ എന്നതല്ല വിഷയം, അങ്ങനൊരു കേസ് അവളുടെ പേരിലുണ്ടോ എന്നുള്ളതാണ്. ഇനി അവളെ പോലീസ് പിടികൂടിയാലും സ്വർണം കണ്ടെടുത്തില്ലെങ്കിൽ പോലും അവൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ നമ്മള് ഭയക്കേണ്ടത് വേറൊരു കാര്യത്തിനല്ലേ? പോലീസ് ഈ തറവാട്ടിലേക്ക് കയറി വന്നാലോ? വരണം, അല്ലെങ്കിൽ ഞാൻ വരുത്തും. ഇന്ദ്രേട്ടൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോന്ന് കാണിച്ചു കൂട്ടി അപമാനം വരുത്തി വെക്കാനാണോ പോകുന്നത്? കുറച്ച് അപമാനം വന്നാലെന്താ? ഒരു കുടുക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അഞ്ജലിക്ക് അമ്മ ഒരു രക്ഷാകവചം തീർത്തു കഴിഞ്ഞു. ആ കവചം പൊളിച്ചാലേ അവക്കെതിരെയുള്ള നമ്മുടെ നീക്കത്തിന് ഫലം കാണൂ. അശ്വതി മോഷ്ടിച്ച സ്വർണം അഞ്ജലിയെ ഏൽപ്പിച്ചൊന്ന് വരുത്തി തീർത്താലോ? ഇപ്പൊ കാര്യങ്ങൾ എനിക്ക് പിടികിട്ടി. സ്വർണവും മോഷ്ടിച്ച് കടന്ന അശ്വതി നമ്പാട്ടെത്തി അനിയത്തിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇത്രയും പോരെ പോലീസിന് അഞ്ജലിയെ അറസ്റ്റ് ചെയ്യാൻ? നമ്മുടേതല്ലാത്ത കുറച്ച് സ്വർണം കൂടി അഞ്ജലിയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്താൽ സംഗതി കൊഴുക്കും. കൊള്ളാം, സമ്മതിച്ചു. നമ്പാട്ട് വെച്ച് അഞ്ജലിയുടെ നേരെ ഇനിയൊരു വധശ്രമം നടക്കില്ല എന്ന് ഉറപ്പായി.
അമ്മ മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു. പിന്നുള്ളത് അവളെ പുറത്താക്കി ലക്ഷ്യം സാധിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സുവർണാവസരമായത്. വേണ്ട വിധം കളിച്ച നമ്മുടെ ഈ പദ്ധതി വിജയിക്കും. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പെണ്ണിനെ നമ്പാട്ട് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് നമ്മൾ ഒറ്റക്കെട്ടായി പറയണം. അമ്മയ്ക്ക് എന്ത് ചെയ്യാനാവും? ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായാൽ അമ്മ അതിന് ധൈര്യപ്പെടില്ല. പിന്നിൽ നമ്മുടെ ചരടുവലി ഉണ്ടെന്ന് അമ്മ ഒരു കാലത്തും അറിയാൻ പോകുന്നില്ല. ഈ കളി ഫലം കണ്ടേ തീരൂ.